ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം 16, നരനാരായണ അവതാരവും ദക്ഷയാഗവും. 8 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 8ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണ വിഗ്രഹമൊഴികെ നരനാരായണ അവതാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ അവതാരം എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 9ഉം 10ഉം ശ്ലോകങ്ങൾ. 9ഉം 10ലെയും ശ്ലോകങ്ങൾ 1.25 ശ്ലോകം കൊണ്ട് ഭാഗവതം 4ാം സ്കന്ധത്തിലെ 6 അധ്യായങ്ങൾ വ്യാസൻ രചിച്ചതിനെ ഇവിടെ 1.25 ശ്ലോകം കൊണ്ട് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നു. എന്താണ് മേൽപ്പത്തൂർജി പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് കഥയിലേക്ക് വരാം. അപ്പോൾ ദക്ഷൻ്റെ കഥയാണ് ഇന്ന് പഠിക്കേണ്ട 9ഉം 10ഉം ശ്ലോകം. 1-2 ശ്ലോകം തികച്ചില്ല. ആദ്യം വായിക്കാം. ദക്ഷസ്തുധാതുരതിലാളനയാരജോന്തോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ദ സഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരവിശുനേ സ്വസുതാം വ്യമാനീത് ക്രുദ്ധേ സമർദ്ദിതമഖഃ സതുകൃത്തശീർഷക ദേവപ്രസാദിതഹരാതലബ്ധജീവക ത്വത്പൂരിതക്രതുവര പുനരാവശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശാം. 9ാമത്തെ ശ്ലോകം നോക്കാം. ദക്ഷൻ, ദക്ഷത എന്ന് പറഞ്ഞാൽ സാമർഥ്യം, ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ. ബ്രഹ്മാവിന് 10 മക്കളുണ്ടായിരുന്നു. അതിൽ 8 പേരും സാത്വിക ഗുണമുള്ളവരായിരുന്നു. 9ാമത്തെ ആളാണ് നാരദൻ. 10ാമത്തെ മകനാണ്, അവസാനത്തെ മകനാണ് ദക്ഷൻ. ഇളയ മകനായതുകൊണ്ടും സമർത്ഥനായിരുന്നതുകൊണ്ടും പ്രജാപതികളുടെ എല്ലാം ഉത്തരവാദിത്വവും ഈ ദക്ഷന് ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ രജോ ഗുണം, അഹങ്കാരം ഒക്കെ പിടിച്ചവനായ ആ ദക്ഷൻ കാമക്രോധാദികളെയൊക്കെ വർത്തിച്ച് വിവേകശൂന്യനായി തീരുകയും ഭഗവാനോടും സ്വന്തം അച്ഛനോട് പോലും ആദരവില്ലാതെയായിരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ ശ്ലോകം 9ാമത്തെ ശ്ലോകം പറയുന്നത്. എന്താന്ന് നോക്കാം. ദക്ഷഃ തു രക്ഷസ്തു ധാതുഹു അതിലാളനയ. ധാതു ധാതാവ് ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ അതിവാത്സല്യം കൊണ്ട് ലാളനയ രജോന്തോ അത്യധികമായ വാത്സല്യം കൊണ്ട് രജോന്തോ എന്ന് പറഞ്ഞാൽ രജസ് കൊണ്ട്, രജോ ഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഉണ്ടല്ലോ. അതിൽ രജോ ഗുണം വർദ്ധിച്ച് അന്ധനായി തീർന്നു. അന്ധൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവൻ. അഹങ്കാരം മൂത്ത് കണ്ണ് കാണത്തില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ആ രജോ ഗുണം വർദ്ധിച്ച് കാമക്രോധാദികളെയെല്ലാം വർദ്ധിച്ചപ്പം ഈ ദക്ഷന് കണ്ണ് കാണാതെയായി, അഹങ്കാരം വർദ്ധിച്ചു, വിവേകശൂന്യനായി എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ഭഗവാനിൽ ത്വയി അങ്ങയിൽ ന അത്യാദൃത, അത്യാദൃതം എന്ന് പറഞ്ഞാൽ അത്യാദരവ്. ആദൃതം ആദരവാണ്, അത്യാദൃതം അധികമായ ആദരവ്. അപ്പം ത്വയി അങ്ങയിൽ, ഭഗവാനിൽ അധികമായ ആദരവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഷ്ടം അശാന്തിരാസീത്, കഷ്ടം അശാന്തിയെ പ്രാപിച്ചു, ശാന്തിയില്ലാതെയായി. ഈ രജോ ഗുണമൂത്ത് ദക്ഷൻ
ഭഗവാനിൽ ഭക്തിയില്ലാത്തവനായി തീർന്നു. അതുകൊണ്ട് തന്നെ അശാന്തിയായി ഭവിച്ചു. അതിനാൽ വ്യരുന്ധ സാ ഭവത് തനും ഏവ നാ അത്യാദൃത ത്വയി ആണ് നാത്യാദൃതസ്ത്വയി ആയി മാറിയത്. ഭവത് തനു ഏവ, ഭവത്തനുമേവ എന്ന്. അപ്പം ഈ വ്യരുന്ധ എന്ന് പറഞ്ഞാൽ വിരോധിച്ചു. ഭവത്തനുമേവ ശർവം, ശർവനെ വിരോധിച്ചു. ശർവനോട് വിരോധം ഉണ്ടായി. ശർവനാര രുദ്രൻ അല്ലെങ്കിൽ മഹാദേവൻ. തനു എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പം ഭഗവാന്റെ തന്നെ അംശമായ, അതാണ് തവ ഭവത്തനുമേവ, ഭവഹ തനും ഏവ, അങ്ങയുടെ തന്നെ തനുവായിരിക്കുന്ന ആ രുദ്രൻ അല്ലെങ്കിൽ ശർവനെ, ശർവൻ ശിവനെ എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ തന്നെ അംശമായിരിക്കുന്ന ആ ശർവനോട് വിരോധിച്ചു. ആ വിരോധം കൊണ്ട് യജ്ഞത്തിൽ ഈ രുദ്രനോടുള്ള വൈരാഗ്യം കൊണ്ട്, വൈരം എന്ന് പറഞ്ഞാൽ ശത്രുത കൊണ്ട് സ്വസുതാം, സ്വന്തം മകളായിരുന്നിട്ട് കൂടി സതീദേവിയോട് അല്ലെങ്കിൽ സ്വന്തം മകളെ വ്യമാനീത്, അപമാനിച്ചു. മാനീതെന്ന് പറഞ്ഞാൽ മാനിക്കുക, വിമാനം എന്ന് പറഞ്ഞാൽ മാനിക്കാതിരിക്കുക, അപമാനം. അപ്പോൾ വ്യമാനീതെന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പോൾ അത് അപമാനിച്ചു എന്ന് അർത്ഥം. ദക്ഷഹ തു, ദക്ഷനാകട്ടെ, ധാതു ബ്രഹ്മാവ്, അതിലാളനെ, ബ്രഹ്മാവിൻ്റെ അത്യധികമായ ലാളന കൊണ്ട്, വാത്സല്യം കൊണ്ട്, രജോ ഗുണം വർദ്ധിച്ചതുകൊണ്ട്, രജോ ഗുണം വർദ്ധിച്ച് അന്ധനായി തീർന്നു എന്നർത്ഥം. നാ അത്യാദൃത തൊയി, അങ്ങയിൽ ആദരവില്ലാത്തവനായി, കഷ്ടം അശാന്തിയായി ഭവിച്ചു. എന്നിട്ടോ അതിനാൽ അങ്ങയുടെ തന്നെ അംശമായ ശർവനെ, ഭവത്തനുമേവ, അങ്ങയുടെ തന്നെ തനുവായ, തനു ശരീരം, മൂർത്തി ആയ ആ ശർവനെ, ആ ശിവനെ വിരോധിച്ചു. ആ വിരോധം കൊണ്ട്, മഹാദേവനോടുള്ള ദേഷ്യം കൊണ്ട് സ്വന്തം മകളെ അപമാനിച്ചു. സ്വസുതാം വ്യമാനീത് ദക്ഷസ്തുതാതുരതിലാളനയാരജോന്തോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധ സഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരവിശുന സ്വസുതാം വ്യമാനീത്. അപ്പോൾ ദക്ഷൻ ഒരു ബൃഹസ്പതി സവനം എന്ന് പറഞ്ഞൊരു യാഗം നടത്തുന്നുണ്ടായിരുന്നു. ആ യാഗത്തിൽ ഈ ശിവനോടുള്ള ദേഷ്യം കൊണ്ട് മകളെ വിളിച്ചില്ല, അവരെ രണ്ടുപേരെയും വിളിച്ചില്ല. അപ്പോൾ അങ്ങനെ മകളെ അപമാനിച്ചു. വിളിക്കാതെ ചെന്ന മകളെ അപമാനിച്ചു. കഥ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പ്രജാപതിയാകട്ടെ, ദക്ഷപ്രജാപതിയാകട്ടെ, ധാതുരതിലാളനയാ, ബ്രഹ്മാവിൻ്റെ അതിവാത്സല്യത്താൽ, രജോ ഗുണങ്ങളായ കാമക്രോധാദികൾ വർദ്ധിച്ച്, ന അത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത്, അജ്ഞാനത്താൽ വിവേകശൂന്യനായി തീർന്നു. കഷ്ടം ബ്രഹ്മാവിലാകട്ടെ, അങ്ങയിലാകട്ടെ, ബ്രഹ്മാവിനോടോ ഭഗവാനോടോ ഒരാദരവും ഇല്ലാത്തവനായി ഭവിച്ചു. അജ്ഞാനം വന്ന് വിവേകം നശിച്ചപ്പോൾ. അതിനാൽ അങ്ങയുടെ തന്നെ അംശരൂപിയായിരിക്കുന്ന രുദ്രനെ ദ്വേഷിച്ചു. രുദ്രനോട് ക്രോധം തോന്നി. ദക്ഷയാഗത്തിൽ രുദ്രനോടുള്ള ആ ശത്രുത സൂചിപ്പിക്കുന്നതിനായി തൻ്റെ പുത്രിയായ സതീദേവിയെ കൂടി, ശിവൻ്റെ പത്നിയാണല്ലോ എന്നുള്ള കാരണം കൊണ്ട് സതീദേവിയെയും അപമാനിച്ചു എന്ന് 9-ാമത്തെ ശ്ലോകം. 10-ാമത്തെ ശ്ലോകത്തിൽ
ക്രുദ്ധേ ചമർദിതമഖ സതുകൃത്ത ശീർഷക ദേവപ്രസാദിതഹരാദഥലപ്ത ജീവക ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികരപാഹി മരുത്പുരേശ. ക്രുദ്ധേ സമർദിതമഖ, ക്രുദ്ധം കൊണ്ട് ക്രോധത്താൽ, മഖം എന്ന് പറഞ്ഞ യാഗം, സമർദിതം, മർദിതം എന്ന് പറഞ്ഞാൽ നശിച്ച അല്ലെ നശിപ്പിച്ചു. ക്രോധം കൊണ്ട് മഹാദേവൻ തൻ്റെ പത്നിയെ അവമാനിച്ചതുകൊണ്ട് ക്രോധിച്ചിട്ട് മഹാദേവൻ സമർദിത, മഖം യാഗമാണ്, യാഗത്തെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ യാഗത്തെ നശിപ്പിച്ചു. കൂടാതെ അത് തന്നെയല്ല, കൃത്തശീർഷക, ദക്ഷൻ്റെ തലയെ വെട്ടിക്കളഞ്ഞു. കൃന്ദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയുക. കൃന്തതി, അതിൽ നിന്നുണ്ടായ ഒരു ക്രിയാരൂപമാണ് കൃത്തശീർഷക. ശീർഷം തലയാണ്. അപ്പം തലയെ വെട്ടിക്കളഞ്ഞു. നമ്മൾ കൃന്ദനം രാമായണത്തിൽ ശ്രീരാമൻ്റെ മുടി വെട്ടാനായിട്ട് ശ്മശ്രുകൃന്ദനെ വരുത്തി എന്ന് വായിച്ചിട്ടില്ലേ? അത് തന്നെ. അതുപോലെ നഖം കൃന്ദനം ചെയ്യണമെങ്കിൽ നഖകൃന്ദനി എന്ന്. നമ്മുടെ നെയിൽ കട്ടറയാണ് ഈ സംസ്കൃതത്തിൽ എന്താ പറഞ്ഞ നഖകൃന്ദനം എന്ന് പറയുന്നത്. അപ്പം നഖം വെട്ടുക. അതുപോലെ തലയെ വെട്ടിക്കളഞ്ഞു. എന്നിട്ടോ ദേവന്മാരെല്ലാവരും കൂടെ ശിവനെ പ്രസാദിപ്പിച്ചു, സ്തുതിയൊക്കെ ചെയ്ത് പ്രസാദിപ്പിച്ചു. ഹരാദാഥ ലബ്ധജീവ, മഹാദേവൻ ജീവനെ കൊടുത്തു, പുനർജീവിപ്പിച്ചു. എങ്ങനെയാണ്? അതായത് ദേവന്മാരെല്ലാവരും കൂടി ഈ യാഗം നശിപ്പിച്ചപ്പോൾ അതിൽ സങ്കടപ്പെട്ട് മഹാദേവനോട് എല്ലാവരും കൂടെ ചെന്ന്, ഇന്ദ്രാദി ദേവന്മാരെല്ലാം ചെന്ന് സ്തുതിച്ച് സംപ്രീതനാക്കി ശിവനെ. അപ്പം ശിവൻ ക്ഷിപ്രപ്രസാദിയാണ്, വേഗം പ്രസാദിക്കുന്ന ദേവനാണ്. അപ്പോൾ ദേവൻ പ്രസാദിച്ച് ജീവനെ കൊടുത്തു. ലഭിച്ച ജീവൻ, അതാണ് ലബ്ധ ജീവൻ. ആ ദക്ഷന് ജീവൻ കിട്ടി. തലയില്ലാത്തവന് തല പക്ഷേ മനുഷ്യൻ്റെ അല്ല എന്ന് മാത്രം. വെട്ടിക്കളഞ്ഞ ആ തല അല്ല വെച്ചത്, ഒരാടിൻ്റെ തലയാണ്. അപ്പം തലയെ വെച്ച് ജീവിപ്പിച്ചു. ത്വത്പൂരിത ക്രതുവരം, ക്രതു എന്ന് പറഞ്ഞാൽ യാഗം, ആ ശ്രേഷ്ഠമായ ക്രതുവിനെ, ആ യജ്ഞത്തെ, ശ്രേഷ്ഠയജ്ഞത്തെ, അതാണ് ക്രതുവരക. അപ്പോൾ ശ്രേഷ്ഠമായ യജ്ഞത്തെ ത്വത്പൂരിത, അങ്ങ് പൂരിപ്പിച്ചു, അങ്ങ് പൂർത്തിയാക്കി. പുനഃ ആപശാന്തി, പിന്നീട് ശാന്തിയെ പ്രാപിച്ചു. പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും. അങ്ങനെ അശാന്തി മാറി ശാന്തിയെ പ്രാപിച്ചു. ആപ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക. അപ്പം ശാന്തിയെ പ്രാപിച്ചു. സത്വം പ്രശാന്തികര, ഇങ്ങനെ ശാന്തിയെ, ദക്ഷൻ്റെ അഹങ്കാരമെല്ലാം കളഞ്ഞ് ദക്ഷനെ ശാന്തിയെ പ്രാപിപ്പിച്ച അല്ലയോ ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കൂ എന്നാണ് ആ ലാസ്റ്റ് ലൈൻ. ഈ ലാസ്റ്റ് ലൈൻ ഒഴിച്ച് ബാക്കി വരികളെ കൊണ്ട് മേൽപ്പത്തൂർജി 4-ാം സ്കന്ധത്തിൽ 6 അധ്യായങ്ങളെ കൊണ്ട് വ്യാസൻ വിവരിച്ച കാര്യങ്ങൾ 1.25 ശ്ലോകം കൊണ്ട് ഇവിടെ നാരായണീയത്തിൽ വിവരിച്ചു തന്നു. അതാണ് ഈ 2 ശ്ലോകം. ദക്ഷസ്തുതാതുരതിലാളനയാരജോന്തോ നാത്യാദൃതസ്ത്വയിച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്തസഭവത്തനുമേവ സർവം യജ്ഞേജ വൈരവിശുനെ സ്വസുതാം വ്യമാനീത്. വൈരവിശുനെ എന്ന് പറഞ്ഞാൽ ശത്രുവായ ശിവനെ, സ്വസുതാം സ്വന്തം മകള്, സുധ എന്ന് പറഞ്ഞാൽ മകള്, സ്വസുധ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ, വ്യമാനീത്, മാനിക്കുക എന്ന് പറഞ്ഞാൽ അഭിമാനം, സ്വീകരിക്കുക അല്ലെങ്കിൽ മാനിക്കുക. ഇത് വ്യമാനീത്. വിമാനം എന്ന് പറഞ്ഞാൽ ആ മാനത്തിൻ്റെ ഓപ്പോസിറ്റാണ് വിമാനം. അതിൻ്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് വ്യമാനീത് എന്ന ക്രിയ. അപ്പം അപമാനിച്ചു അല്ലെങ്കിൽ വ്യമാനീത്, അപമാനിച്ചു എന്ന അർത്ഥം. മാനിക്കുക എന്ന് പറഞ്ഞാൽ ആദരിക്കുക,
വിമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്. വ്യമാനീത് അപമാനിച്ചു എന്ന് തന്നെ അർത്ഥം. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ദക്ഷ പ്രജാപതിയാകട്ടെ ബ്രഹ്മാവിൻ്റെ അതിവാത്സല്യത്താൽ രജോ ഗുണങ്ങളായ കാമക്രോധാദികൾ വർദ്ധിച്ച അജ്ഞാനത്താൽ വിവേകശൂന്യനായി തീർന്നു. കഷ്ടം. ബ്രഹ്മാവിലാകട്ടെ അങ്ങയിലാകട്ടെ ആദരവോ ഭക്തിയോ ഒന്നുമില്ലാത്തവനായി ഭവിച്ചു രജോ ഗുണം വന്നുകൊണ്ട്. അതിനാൽ അങ്ങയുടെ തന്നെ അംശരൂപിയായിരിക്കുന്ന രുദ്രനോട് ദ്വേഷിച്ചു. ദക്ഷയാഗത്തിൽ രുദ്രനോടുള്ള ആ ശത്രുത സൂചിപ്പിക്കുന്നതിനായി തൻ്റെ പുത്രിയായ സതീദേവിയെ കൂടി രുദ്രപത്നിയാണെന്ന കാരണത്താൽ അപമാനിച്ചു എന്ന 9ാമത്തെ ശ്ലോകം. 10ാമത്തെ ശ്ലോകം. ക്രുദ്ധേ ശമർദ്ദിതമഖ സതുകൃത്ത ശീർഷക ദേവപ്രസാദിതഹരാതലബ്ധജീവക ത്വത്പൂരിത ക്രതുവര പുനരാപശന്തീം സത്വം പ്രശാന്തികരപാഹി മരുത്പുരേശ. ശമർദ്ദിതമഖ സ കൃത്തശീർഷക ദേവപ്രസാദിതഹരാത് അഥ ലബ്ധജീവക ത്വത്പൂരിത ക്രതുവര പുനഃ ആപ ശാന്തി സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ക്രുദ്ധേ മഹാദേവന് ക്രോധം കൊണ്ട് മഖം യാഗമാണ്. യാഗത്തെ സമർദ്ദിത നശിപ്പിച്ചു. കൂടാതെ കൃത്തശീർഷക തലയെയും വെട്ടി. അപ്പം ഈ തലയെ വെട്ടുകയും യാഗം നശിപ്പിക്കുകയും ചെയ്ത് കണ്ട് ദേവന്മാരെല്ലാവരും കൂടി ശിവനെ സന്തോഷിപ്പിച്ചു, പ്രസാദിപ്പിച്ചു. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി. ശിവന് സന്തോഷിച്ച് തലയെ വെച്ചു കൊടുത്തു. പക്ഷേ ഒരു ആടിൻ്റെ തലയാണെന്ന് മാത്രം. അങ്ങനെ ഭഗവാനാൽ ത്വത്പൂരിത അങ്ങ് തന്നെ ആ യാഗത്തെ ക്രതുവരക, വരാന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, ക്രതു യജ്ഞം, ആ ശ്രേഷ്ഠമായ യജ്ഞത്തെ പൂരിപ്പിച്ചു, അങ്ങാൽ പൂരിപ്പിക്കപ്പെട്ടു. പുനഃ വീണ്ടും ആപശാന്തി, പിന്നെ ഈ ശാന്തിയെ പ്രാപിച്ചു. അങ്ങനെ ദക്ഷൻ്റെ എല്ലാ ഇതിനെയും ശാന്തിയാക്കി കൊടുത്ത ദക്ഷൻ്റെ കാമക്രോധാദികളെല്ലാം നശിപ്പിച്ച് വിവേകമുണ്ടാക്കി കൊടുത്ത അല്ലയോ ഗുരുവായൂരപ്പ എന്നെയും രക്ഷിക്കണേ എന്ന് ലാസ്റ്റ് ലൈൻ കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ലാസ്റ്റ് ശ്ലോകം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ക്രുദ്ധേ സമർദ്ദിതമഖ സതുശി കൃത്തശീർഷക ദേവപ്രസാദിതഹരാതലബ്ധജീവക ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തീൻ സത്വം പ്രശാന്തികരപാഹി മരുത്പുരേശ. സ്വഭാര്യയെ അപമാനിക്കിയാൽ കോപാന്തനായി ഭവിച്ച രുദ്രനാൽ മുടക്കപ്പെട്ട യാഗത്തോടും അർക്കപ്പെട്ട ശിരസോടും കൂടി ഭവിച്ച ആ ദക്ഷൻ ഇന്ദ്രാദിദേവതകളുടെ പ്രാർത്ഥന കേട്ട് പ്രീതനായ ശിവനാൽ പുനർജന്മം നൽകപ്പെട്ടവനായി തൻ്റെ യാഗത്തെ വഴിയാമണ്ണം പരിസമാപ്തിയിലെത്തിച്ചു. ഇപ്രകാരം അജ്ഞാനിയായിരുന്ന ദക്ഷൻ ആത്മജ്ഞാനം പകർന്നുകൊടുത്ത ജ്ഞാനപ്രദനായ അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന്. ഇനി ആ ദക്ഷയാഗം കഥ 3 കാരണങ്ങൾ കൊണ്ടാണ് ദക്ഷന് ശിവനോട് ദേഷ്യം വരാൻ കാരണം. ഒന്ന്, ദക്ഷയാഗത്തിൽ ഒരിക്കൽ ദക്ഷൻ ബൃഹസ്പതി സവനം എന്ന യാഗം നടത്തി. ആ യാഗത്തിൽ തൻ്റെ പുത്രിയായ സതിയെയോ ജാമാതാവായ ശിവനെയോ ക്ഷണിച്ചില്ല. ഇങ്ങനെ ചെയ്യാൻ 3 കാരണങ്ങളുണ്ടായിരുന്നു. അത്രി മഹർഷിയുടെ പുത്രനായ ദുർവാസാവിന് അദ്ദേഹത്തിൻ്റെ മായാബീജമന്ത്രധ്യാനത്തിലും പൂജയിലും സംപ്രീതിയായ ജംബൂനദം എന്ന് പറയുന്ന സ്ഥലത്തെ ജഗദംബികാദേവി, ജഗത്തിൻ്റെ മുഴുവൻ അമ്മയായ ദേവി തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ആ പൂന്തേനൂറുന്ന പൂമാല, നല്ല തേനൊക്കെ വമിക്കുന്ന ആ പൂമാല പ്രസാദമായിട്ട് കൊടുത്തു ദുർവാസാവിന്. ദുർവാസാവ് ആ മാല ശിരസിലണിഞ്ഞുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അതിൽ ആഗ്രഹം തോന്നിയ ആ ദക്ഷൻ മഹർഷിയോട് അത് അപേക്ഷിക്കുകയും അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. പക്ഷേ സസന്തോഷം സ്വീകരിച്ച ആ മാല ദക്ഷനാകട്ടെ തൻ്റെ കട്ടിലിലേക്ക് എറിഞ്ഞിട്ട് ആ കട്ടിലിനെ അശുദ്ധമാക്കി വേണ്ടാത്ത പണിയൊക്കെ ചെയ്തു. അതായത്
ആ മാല കട്ടിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ സുഗന്ധം കൊണ്ട് ഭാര്യയുമായി ക്രീഡിച്ചു. അങ്ങനെ അതിനെ അശുദ്ധമാക്കി. അതുകൊണ്ടുണ്ടായ പാപത്താൽ ദക്ഷന് ശിവനിലും സതിയിലും വിരോധമുണ്ടായി. അങ്ങനെ തൻ്റെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചിരുന്ന അവരെ ആട്ടിപ്പുറത്താക്കി. ഇനി ബ്രഹ്മഹത്യാപാപം ചെയ്ത ശിവനെ തൻ്റെ യാഗത്തിൽ സംബന്ധിക്കുവാൻ, അതായത് ദക്ഷൻ്റെ തല വെട്ടിയല്ലോ, അപ്പോൾ യാഗത്തിൽ സംബന്ധിക്കുവാൻ യോഗ്യതയില്ലാത്ത അശുദ്ധനായി ദക്ഷൻ കരുതി. അപ്പോൾ അതുകൊണ്ടാണ് ദക്ഷന് ദേഷ്യമുണ്ടായത്. ലോകം പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കവേ വിഷ്ണു ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട സരസിജനായ ബ്രഹ്മാവും പഞ്ചമുഖനായ ശിവനും, അല്ലേ, 5 മുഖം ഉണ്ടായിരുന്നു ബ്രഹ്മാവിന്. അപ്പം ഒരു ശൂലം ധരിച്ചിരിക്കുന്ന രുദ്രൻ, അതായത് ബ്രഹ്മാവും ശിവനും തമ്മിൽ അഹങ്കാരം കൊണ്ടൊരു വാക്ക് തർക്കം ഉണ്ടായി. അതിൽ ആരാണ് വലിയവൻ എന്നായിരുന്നു തർക്ക വിഷയം. അപ്പോൾ 5 മുഖങ്ങളുള്ള ബ്രഹ്മാവിൻ്റെ ഒരു മുഖം കൊണ്ട് അദ്ദേഹം ശിവനെ പുലഭ്യം പറഞ്ഞു. അപ്പോൾ ശിവൻ എന്തു ചെയ്തു? കോപം വന്ന് കോപിഷ്ഠനായ ശിവൻ ആ തല വിരലുകൊണ്ട് നുള്ളിയെടുത്ത് കളഞ്ഞു. അപ്പോൾ മുറിച്ച് കളഞ്ഞു. അപ്പോൾ മുറിഞ്ഞ ശിവൻ്റെ ആ തല ഉള്ളം കയ്യിൽ തന്നെ വന്ന് വീണു. ആ കയ്യിൽ നിന്ന് ഒരിക്കലും അത് താഴെ വീഴാതെ ശിവനെ കപാലി എന്ന് പേരും കൊടുത്തു. കപാലം എന്ന് പറയുന്നത് തലയോട്ട് കയ്യിലുള്ളവൻ കപാലി. തലയോട്ടി അല്ലെങ്കിൽ കപാലം കയ്യിൽ ധരിച്ചവൻ ആക്കി മാറ്റി. അപ്പം ബ്രഹ്മഹത്യാ പാപം ചെയ്ത ശിവനെ ബ്രഹ്മാവ് ശപിച്ച് അശുദ്ധനുമാക്കി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപമൊക്കെ നടന്നു. അപ്പം മൂന്നാമതായിട്ട് ദക്ഷന് ശിവനോട് വൈരാഗ്യം തോന്നാൻ കാരണം, പ്രജാപതിമാരുടെ ഒരു യാഗത്തിൽ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും സന്നിഹിതരായിരിക്കെ അങ്ങോട്ട് വന്ന ആ ദക്ഷൻ അങ്ങോട്ട് കയറി വന്നപ്പം ബ്രഹ്മാവും വിഷ്ണുവും എല്ലാവരും എഴുന്നേറ്റു. പക്ഷേ ശിവൻ എഴുന്നേറ്റില്ല. ദക്ഷ പ്രജാപതിയെ കണ്ടിട്ട് ജാമാതാവായ ശിവൻ എഴുന്നേറ്റില്ല. അപ്പോൾ ശിവൻ്റെ ഈ ധിക്കാരത്തിൽ കോപിഷ്ഠനായ ദക്ഷൻ പ്രതികാരവാഞ്ചയോടെ ശിവനെയും സതിയെയും വിളിക്കാതെ ഈ യാഗം നടത്തി. ബൃഹസ്പതി സവനം എന്ന യാഗം. ആ യാഗത്തിൽ അച്ഛൻ യാഗം നടത്തുന്നു എന്നറിഞ്ഞ് ശിവൻ പോകണ്ടെന്ന് വിലക്കിയിട്ടും തൻ്റെ ഭർത്താവിൻ്റെ വാക്കിനെ വിലവയ്ക്കാതെയും പിന്നെ ക്ഷണിക്കാതെ, മകളെ ക്ഷണിച്ചിട്ടില്ല, തന്നെ ക്ഷണിക്കാഞ്ഞിട്ടും സതീദേവിയെ അവിടെ ചെന്നു. പിതാവിൻ്റെ നിന്ദാവാക്കുകളാൽ അപമാനിതയായ സതീദേവി ആ യാഗാഗ്നിയിൽ തൻ്റെ ശരീരത്തെ ആഹൂതി ചെയ്തു. ഈ തൻ്റെ ഭാര്യയെ നിന്ദിച്ചു എന്ന വാർത്തയറിഞ്ഞ ശിവൻ കുപിതനായി തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്ന് 2 പേരുണ്ടായി, ഭദ്രനും ഭദ്രകാളിയും, ഒരാണും ഒരു പെണ്ണും ആ ജടയിൽ നിന്നുണ്ടായി. വീരഭദ്രൻ എന്നാണ് ആണിൻ്റെ പേര്, വീരഭദ്രൻ. ഭദ്രകാളി എന്ന് പെണ്ണ്. അവർ 2 പേരും ഉണ്ടായി. അവർ 2 പേരും കൂടി യാഗശാലയിൽ വന്ന് അവിടമാകെ കുളമാക്കി നശിപ്പിച്ചു. അപ്പോൾ ദക്ഷൻ്റെ തലയും ഛേദിച്ചു. പിന്നെ ലോകമാകെ നശിപ്പിക്കാൻ തുടങ്ങി. അപ്പം ദേവന്മാർക്ക് ഇരിക്കപ്പൊറുതിയില്ലാതെയായി. അപ്പോൾ ബ്രഹ്മാദികളെല്ലാം ശിവനെ അഭയം പ്രാപിച്ചു. ശിവൻ പ്രസന്നനായി. വീരഭദ്രൻ്റെയും ഭദ്രകാളിയുടെയും അക്രമങ്ങളൊക്കെ അവസാനിപ്പിച്ചു. എന്നിട്ട് ദക്ഷനെ ജീവിപ്പിക്കാനായി ശ്രമിച്ചു. പക്ഷേ തല കണ്ടു കിട്ടിയില്ല, എവിടെ പോയി എന്നറിയത്തില്ല ആ തല. അപ്പോൾ എന്ത് വെച്ചിട്ട് ജീവിപ്പിക്കും? അപ്പോൾ അവിടെ കണ്ട ഒരാടിൻ്റെ തല ചേർത്ത് വെച്ച് ശിവൻ അദ്ദേഹത്തെ ജീവിപ്പിച്ചു. അങ്ങനെ ദക്ഷൻ ആടിൻ്റെ തലയുള്ളവനായി വീണ്ടും ജീവിച്ചു. എന്നിട്ട് ഭഗവാൻ വിഷ്ണുവും മഹാദേവനും ദക്ഷനും കൂടി എല്ലാവരും കൂടി ആ യാഗത്തെ മുഴുവിപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ. അപ്പം ഈ കഥ ചുരുക്കത്തിൽ പറഞ്ഞാണ് ഭാഗവതത്തിൽ 4-ാം സ്കന്ധത്തിൽ 6 അധ്യായങ്ങളെ കൊണ്ട് വിശദീകരിച്ച് വ്യാസൻ പറഞ്ഞിട്ടുണ്ട്.
ഭാഗവതം പഠിക്കുന്നവർക്കറിയാം. അപ്പോൾ ഇത് നമുക്ക് നാരായണീയത്തിൽ ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇതോടുകൂടി നമ്മുടെ നാരായണീയം ക്ലാസ് ഇന്ന് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം.